Hello everyone, Standard 3, Unit 3, Mowgli. ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇതൊക്കെയായിരുന്നു. റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ജംഗിൾ. ജംഗിളിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ എഴുതുക. അതുപോലെ തന്നെ ഒരു പദസൂര്യൻ തന്നിട്ടുണ്ട്, അത് നമുക്ക് പൂർത്തിയാക്കണം. സെക്കൻഡ് ആക്ടിവിറ്റി, ആഡ് മോർ ലൈൻസ് ടു ദ ഫ്രൂട്ട് സോങ്. ടീച്ചർ ഒരു ഫ്രൂട്ട് സോങ്ങിന് ഒരു കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിനോട് കുറച്ച് വരികളൂടെ കൂട്ടിച്ചേർക്കണം. റൈറ്റ് ദ നെയിംസ് ഓഫ് ഫ്രൂട്ട്സ്. അത് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റിയാണ്, ആക്ടിവിറ്റി 2. ദെൻ റീഡ് ദ പാസേജ് ദ ജംഗിൾ സൈറ്റ്സ്. ഇപ്പോൾ ഓരോരോ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത് പദസൂര്യൻ. ഇപ്പോൾ ജംഗിളുമായിട്ട് ബന്ധപ്പെടുന്ന പദസൂര്യൻ ഏതൊക്കെയാണ്? ടോൾ ട്രീസ്, നീളമുള്ള ഉയരമുള്ള മരങ്ങൾ. ടാങ്കിൾഡ് ക്രീപ്പേഴ്സ്, ഗ്രീൻ ഗ്രാസ്, creatures, huge waterfalls, colorful flowers, small plants, beautiful stream. ഇതൊക്കെ ചേർത്ത് നമുക്ക് ആ ജംഗിൾ എന്ന് പറയുന്ന പദസൂര്യൻ പൂർത്തിയാക്കാം. ജംഗിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ആക്ടിവിറ്റി ഇതായിരുന്നു, റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ജംഗിൾ. നമുക്ക് ജംഗിളിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ എഴുതണം. തുടങ്ങിയാലോ? ജംഗിൾ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. കാട് ഒരു മനോഹരമായ സ്ഥലമാണ്. അത് ഒന്നാമത്തെ സെൻറ്റൻസ് ആക്കി എഴുതാം. രണ്ടാമത്തെ സെൻറ്റൻസ്, ഫോറസ്റ്റ് ആർ മെയ്ഡ് അപ്പോൺ ട്രീസ്, ഷ്രബ്സ്, ഗ്രാസസ്, ഹെർബ്സ് ആൻഡ് മച്ച് മോർ. നമുക്ക് കാട്ടിൽ എന്തൊക്കെ കാണാൻ സാധിക്കും? ട്രീസ്, ഷ്രബ്സ്, ഗ്രാസസ്, ഹെർബ്സ്, അല്ലേ? ചെറിയ ചെടികളും കുറ്റിച്ചെടികളും പുല്ലും മരങ്ങളും ഒക്കെ നമുക്ക് കാട്ടിൽ കാണാൻ സാധിക്കും. ഫോറസ്റ്റ്സ് ആർ ഹോം ടു മെനി വൈൽഡ് ആനിമൽസ് ലൈക്ക് എലിഫൻറ്റ്, ലയൺ, ചീറ്റ, ടൈഗർ, വൂൾസ് എക്സെട്ര. ചെടികൾ മാത്രമല്ലല്ലോ നമുക്ക് കാട്ടിൽ കാണാൻ സാധിക്കുന്നത്, വന്യജീവികളെയും കാണാൻ സാധിക്കില്ലേ? ഏതൊക്കെ വന്യജീവികളാണ്? എലിഫൻറ്റ്, ലയൺ, ചീറ്റ, ടൈഗർ, വൂൾസ്, അങ്ങനെ ഒരുപാട് വന്യജീവികൾ. ഇതിനെ കൂടാതെ ഒരുപാട് വന്യജീവികളെ നമുക്ക് കാട്ടിൽ കാണാൻ സാധിക്കും. വി ക്യാൻ സീ ബ്യൂട്ടിഫുൾ സ്ട്രീംസ്, ഹ്യൂജ് വാട്ടർഫാൾസ്, ടോൾ ട്രീസ് ആൻഡ് ക്രീപ്പേഴ്സ് ഇൻ ദ ഫോറസ്റ്റ്. കാട്ടിൽ മറ്റെന്തൊക്കെ കാണാൻ സാധിക്കും? അരുവികളും വെള്ളച്ചാട്ടങ്ങളും മരങ്ങളും ഇഴവള്ളികളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് കാട്ടിൽ കാണാൻ സാധിക്കും. കളർഫുൾ ഫ്ലവേഴ്സ് ആൻഡ് ടേസ്റ്റി സ്വീറ്റ് റൈപ്പൻഡ് ഫ്രൂട്ട്സ് ഓൾസോ മേക്ക് ദ ജംഗിൾ അട്രാക്റ്റീവ്. പല വർണ്ണങ്ങളിലുള്ള പൂക്കളും അതുപോലെ നല്ല പഴുത്ത മനോഹരമായ രുചിയേറിയ പഴങ്ങളും ഒക്കെ കാടിനെ കൂടുതൽ ആകർഷണീയമാക്കുന്നു. അപ്പോൾ ഇത്രയും നമുക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷൻ അവസാനിപ്പിക്കാം. ആഡ് മോർ ലൈൻസ് ടു ദ ഫ്രൂട്ട് സോങ്. അതായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി. മൂന്നെന്ന് പറയുമ്പോൾ തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെ ആക്ടിവിറ്റി. ആഡ് മോർ ലൈൻസ് ടു ദ ഫ്രൂട്ട് സോങ്. ടീച്ചർ ആപ്പിളിനും ബനാനയും ചേർത്തിട്ട് ഒരു പാട്ടിൻ്റെ ഒരു ഭാഗം തന്നിരുന്നു. നമുക്ക് ആ പാട്ടൊന്ന് പൂർത്തീകരിച്ച് നോക്കാം. നമ്മൾ ഓറഞ്ച് വെച്ചിട്ടാണ് പാട്ട് പൂർത്തിയാക്കുന്നത്. അപ്പോൾ ആപ്പിളിനും ബനാനയ്ക്ക് പകരം നമുക്കൊന്ന് ഓറഞ്ച് ചേർത്ത് നോക്കിയാലോ? ദിസ് ഈസ് ആൻ ഓറഞ്ച്, സ്വീറ്റ് ആൻഡ് ജ്യൂസി. ഞാൻ അവിടെ ചേർത്തിരിക്കുന്ന വാക്കുകൾ സ്വീറ്റ് ആൻഡ് ജ്യൂസി. ദിസ് ഈസ് ആൻ ഓറഞ്ച്, സ്വീറ്റ് ആൻഡ് ജ്യൂസി. ദിസ് ഈസ് ആൻ ഓറഞ്ച്, സ്വീറ്റ് ആൻഡ് ജ്യൂസി, സ്വീറ്റ് ആൻഡ് ജ്യൂസി, സ്വീറ്റ് ആൻഡ് ജ്യൂസി. This is an orange, sweet and juicy, yummy, tasty orange. അപ്പോൾ നമുക്ക് അങ്ങനെ ആ പാട്ട് പൂർത്തീകരിക്കാം. അടുത്ത എന്താണ്? റൈറ്റ് ദ നെയിംസ് ഓഫ് ഫ്രൂട്ട്സ്. ഇപ്പോൾ രണ്ടാമത്തെ ആക്ടിവിറ്റി, ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ആക്ടിവിറ്റി. അത് വളരെ എളുപ്പമാണല്ലോ. റൈറ്റ് ദ നെയിംസ് ഓഫ് ഫ്രൂട്ട്സ്. എല്ലാവർക്കും തന്നെ ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ്. ആദ്യത്തേത് ഓറഞ്ച്, രണ്ടാമത്തത് ആപ്പിൾ, മൂന്നാമത്തെ മാംഗോ, നാലാമത്തെ പൈനാപ്പിൾ, അഞ്ചാമത്തത് ഗ്രേപ്സ്, ആറാമത്തത് ജാക്ക് ഫ്രൂട്ട്. അപ്പോൾ അതിൻ്റെ പേര് നമുക്ക് എഴുതാമല്ലോ.
അടുത്ത ലാസ്റ്റത്തെ ആക്ടിവിറ്റി, റീഡ് ദ പാസേജ് ദ ജംഗിൾ സൈറ്റ്സ്. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ദ ജംഗിൾ സൈറ്റ്സ്. One day, the wolves and Mowgli went into the deep forest. They saw streams and waterfalls. Tall trees touched the sky. Creepers wound around the trees. "What a beautiful place," said Mowgli. They stopped under a tree. There were fruits on the tree, sweet, ripe apples. "Mowgli, please get apples for us," the cubs said. അപ്പോൾ ഇത്രയായിരുന്നു ദ ജംഗിൾ സൈറ്റ്സ് എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ എല്ലാവരും ആക്ടിവിറ്റീസ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അറിഞ്ഞുകൂടാത്ത വാക്കുകൾ എഴുതി പഠിക്കുക. പുതിയ വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.